സെക്സ്, പ്രേമം, വിവാഹം എന്നിവ സംബന്ധിച്ചുള്ള ക്രിസ്തീയ സമീപനം എന്താണെന്ന് വെളിപ്പെടുത്തുവാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്ത്രീ പുരുഷ ബന്ധം, പ്രേമം, വിവാഹം എത്ര മർമ്മപ്രധാനമായ വിഷയങ്ങൾ. അതുമായി ബന്ധപ്പെടാത്തവരായി ആരും തന്നെ ഇല്ലല്ലോ. എന്നിട്ടും മനുഷ്യവർഗത്തിന് ദൈവം നൽകിയ ഈ ദാനങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യത്തെപ്പറ്റി എത്ര വലിയ ഇരുട്ടാണ് മനുഷ്യ മനസ്സുകളിൽ ഇന്നും തങ്ങി നിൽക്കുന്നത്. നമ്മുടെ രാജ്യത്ത് മാതാപിതാക്കന്മാർ തങ്ങളുടെ മക്കൾക്കോ ക്രിസ്തീയ നേതാക്കൾ യുവജനങ്ങൾക്കോ ഈ വിഷയത്തെപ്പറ്റി ആവശ്യമായ അറിവൊന്നും നൽകി കാണുന്നില്ല. അതിൻ്റെ ഫലമായി യുവജനങ്ങൾ ഇവയെപ്പറ്റി വഴിതെറ്റിയ വിവരങ്ങൾ ഓടകളിൽ നിന്നും നേടുന്നതായി നാം കാണുന്നു. ക്രിസ്തുസഭ വിശുദ്ധമായ മാർഗത്തിലൂടെ ആദ്യമേ തന്നെ അവരെ പഠിപ്പിക്കേണ്ടിയിരുന്ന കാര്യങ്ങൾ ലോകവും പിശാചും അവരുടേതായ അശുദ്ധ മാർഗത്തിൽ വേഗം തന്നെ അവരെ അഭ്യസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വിഷയത്തെപ്പറ്റി തിരുവെഴുത്തുകൾ നൽകുന്ന വെളിച്ചം ലഭിക്കാതെ അജ്ഞതയിൽ കഴിയുന്ന യുവജനങ്ങൾക്ക് സാത്താൻ്റെ കൗശലപൂർവമായ ആക്രമണത്തെ ചെറുത്തു നിൽക്കുവാൻ ആവശ്യമായ ആയുധമൊന്നും ലഭിക്കുന്നില്ല. സ്ത്രീ പുരുഷ ബന്ധം, പ്രേമം, വിവാഹം എന്നിവയെ ദൈവത്തിൻ്റെ വീക്ഷണഗതിയിലൂടെ നോക്കിക്കാണുവാൻ നമുക്ക് ഇടയായിത്തീരണം. യഥാർത്ഥ സ്നേഹത്തിൻ്റെ പൊരുൾ ദൈവം തന്നെയാണ്. സ്ത്രീ പുരുഷ ബന്ധത്തെ സൃഷ്ടിക്കുകയും വിവാഹത്തെ വ്യവസ്ഥാപിക്കുകയും ചെയ്തത് അവിടുന്നാണ്. അതിനാൽ സ്നേഹത്തിൻ്റെ വാസ്തവമായ അർത്ഥം എന്തെന്നും സ്ത്രീ പുരുഷ ബന്ധത്തെയും വിവാഹത്തെയും പരമാവധി നന്മയ്ക്കായി എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്നും വിശദീകരിക്കുവാൻ അവിടുത്തേക്ക് മാത്രമേ കഴിയൂ. ഈ വിഷയത്തെപ്പറ്റി ദൈവം തൻ്റെ വചനത്തിലൂടെ അരുളി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഈ ലോകം പഠിപ്പിക്കുന്ന മിക്ക കാര്യങ്ങൾക്കും ഘടക വിരുദ്ധമാണെന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. എന്നാൽ ദൈവവചനം ഇവയെപ്പറ്റി നൽകുന്ന ഉപദേശം പാറ പോലെ ഉറച്ചു നിൽക്കുന്നു. ജീവിതം പടുത്തുയർത്തുന്നവൻ ഒരിക്കലും വീണു പോകുകയില്ല. യാതൊരു കൊടുങ്കാറ്റും ഭൂകമ്പവും അവനെ കുലുക്കുവാൻ പര്യാപ്തമല്ല. ചില കാര്യങ്ങളെപ്പറ്റി ആധികാരികമായി ഒരു വിധി കൽപ്പിക്കുക സാധ്യമല്ല. എന്നാൽ അതോടൊപ്പം ഉറച്ച നിലപാട് സ്വീകരിക്കേണ്ട കാര്യങ്ങളിൽ അസന്നിഗ്ധമായി തന്നെ ആ നിലപാട് സ്വീകരിക്കേണ്ടതും ആവശ്യമാണ്. ദൈവം സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ ജന്മവാസനകളിലും വെച്ച് ഏറ്റവും ശക്തിയുള്ളതാണ് ലൈംഗിക വാസന. അത് സ്ഫോടക വസ്തു പോലെയാണ്. വളരെ അനുഗ്രഹം നൽകുവാൻ കഴിവുള്ള ദൈവികമായ ഒരു അത്ഭുത ദാനമാണത്. എങ്കിലും അതിൻ്റെ ദുരുപയോഗം എന്ത് വലിയ വിപത്താണ് വരുത്തിയിട്ടുള്ളത്. ഓരോ പുരുഷനിലും സ്ത്രീയിലും ലൈംഗിക വാസനകളും ആഗ്രഹങ്ങളും കുടികൊള്ളുന്നുണ്ട്. ഈ വാസനകൾ എല്ലാ വ്യക്തികളിലും തുല്യ ശക്തിയോടെ അല്ല കാണപ്പെടുന്നത്. എന്നാൽ യൗവനപ്രാപ്തി മുതൽ കുറഞ്ഞതൊരു 30 വർഷത്തേക്കെങ്കിലും എല്ലാ സാധാരണ മനുഷ്യ വ്യക്തികളിലും അതൊരു വലിയ ശക്തിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സ്ഫോടക വസ്തു പോലെ ലൈംഗിക വാസനയും നന്മയ്ക്കായോ തിന്മയ്ക്കായോ വിനിയോഗിക്കാം. ദൈവമഹത്വത്തിനായോ പിശാചിൻ്റെ ഇച്ഛാനിവൃത്തിക്കായോ അത് തീരുവാൻ കഴിയും. സ്ഫോടക പദാർത്ഥം അതിൽ തന്നെ പാപകരമല്ല. അത് എങ്ങനെ എന്ത് ലക്ഷ്യത്തിനായി ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നന്മയോ തിന്മയോ സംഭവിക്കുന്നത്. അതുപോലെ തന്നെയാണ് ലൈംഗിക വാസനയും. ദൈവത്തിൻ്റെ ദാനമായി അതിനെ കൈക്കൊള്ളുകയും ദൈവിക നിയന്ത്രണത്തിന് കീഴിൽ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുകയും ചെയ്താൽ മനുഷ്യൻ്റെ പരമോന്നതമായ ജീവിത സാഫല്യത്തിനത് ഉപകരിക്കും. നേരെ മറിച്ച് ദുരുപയോഗപ്പെടുത്തിയാൽ അത് അധപ്പതനത്തിൻ്റെ നെല്ലിപ്പലകയിൽ അവനെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. ഒരാൾ ഒരിക്കൽ പറഞ്ഞതുപോലെ, അത് ഉത്തമനായ ഒരു ഭൃത്യനാണ്, എന്നാൽ ഭീകരനായ ഒരു യജമാനനുമാണ്. ഭക്ഷണത്തിനും വിശ്രമത്തിനും വേണ്ടിയുള്ള ആഗ്രഹം പോലെ തന്നെ സ്വാഭാവികമാണ് ലൈംഗികമായ ആഗ്രഹവും. എന്നാൽ ഈ ആഗ്രഹങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള ദൈവം തന്നെ അവയുടെ ന്യായമായ സംതൃപ്തിക്കുള്ള മാർഗങ്ങളും വ്യവസ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് വഴിതെറ്റിയ പല അഭിപ്രായങ്ങളും നമുക്ക് സമൂഹത്തിൽ കാണുവാനായിട്ട് കഴിയും. ലൈംഗിക വാസന ദൈവസൃഷ്ടി എന്ന നിലയിൽ വിശുദ്ധവും നിർമ്മലവുമാണ്. മനുഷ്യൻ പാപത്തിൽ വീഴുന്നതിന് മുമ്പ് അത് സൃഷ്ടിക്കപ്പെട്ടു. ദൈവം തന്നെ എത്രയും നല്ലതെന്ന് കണ്ട ഒരു ലോകത്തിൽ അത് നിലനിൽക്കുകയും ചെയ്തു. ഇതുതന്നെ അതിൻ്റെ വൈശിഷ്ട്യത്തിന് തെളിവാണ്. എന്നാൽ മനുഷ്യൻ്റെ പതനം മുതൽ ലൈംഗിക വാസനയെപ്പറ്റിയുള്ള ചിന്താഗതി വഴിതെറ്റുകയും മനുഷ്യൻ ലൈംഗിക അഭിലാഷത്തിൻ്റെ ഒരടിമയായി സ്വയം തീരുകയും ചെയ്തു. ആദാമും ഹൗവയും പാപം ചെയ്ത ഉടൻ തന്നെ അവർ ലൈംഗിക ബോധമുള്ളവരായി തീരുകയും അവർക്ക് തങ്ങളുടെ നഗ്നതയെപ്പറ്റി നാണം തോന്നുകയും പെട്ടെന്ന് അവർ ശരീരം മറയ്ക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. ആ പതനത്തിൻ്റെ പരിതാപകരമായ ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. അതുപോലെ മനുഷ്യന് ഒരു അനുഗ്രഹമായി തീരേണ്ട ലൈംഗിക വാസന ഇപ്പോൾ അവനൊരു ഭാരമായി മാറിയിരിക്കുന്നു. ദൈവദത്തമായ ഈ പ്രവർത്തന മണ്ഡലത്തെ മനുഷ്യൻ വീണ്ടും വീണ്ടും ദുരുപയോഗപ്പെടുത്തുക മൂലം സെക്സ് എന്ന പദത്തിന് തന്നെ അശുദ്ധി കലർന്ന ഒരർത്ഥം ഇന്ന് വന്നുകൂടിയിട്ടുണ്ട്. വിശുദ്ധവും സുന്ദരവും പവിത്രവുമായിരിക്കണമെന്ന് ദൈവം ഉദ്ദേശിച്ച ഒന്നിനെ ഇന്നത്തെ സിനിമയും പ്രസിദ്ധീകരണ സംവിധാനവും വില കുറഞ്ഞ സാഹിത്യ കൃതികളുമെല്ലാം ചേർന്ന് ദുഷിപ്പിക്കുകയും അത് വഴിതെറ്റി അധപ്പതിച്ച ഒരു നിലയിൽ വന്നു ചേരുകയും ചെയ്തിരിക്കുന്നു. സെക്സിനെ സംബന്ധിച്ച് നമ്മുടെ ചിന്താഗതിക്ക് തന്നെ മാർഗഭ്രംശം സംഭവിച്ചിരിക്കുന്നു എന്നതിന് വേണ്ടുവോളം തെളിവുകൾ ലഭ്യമാണ്. ക്രിസ്തീയ പെരുമാറ്റം അഥവാ ക്രിസ്ത്യൻ ബിഹേവിയർ
എന്ന ഗ്രന്ഥത്തിൽ C.S. ലൂയിസ് ഇപ്രകാരം എഴുതുന്നു: ഒരു സ്റ്റേജിൽ ഒരു പെൺകുട്ടി വേഷ സംവിധാനം അഴിച്ചു മാറ്റുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്ന പക്ഷം കാഴ്ചക്കാരായി ഒരു വലിയ ജനക്കൂട്ടത്തെ നമുക്ക് എളുപ്പം ലഭിക്കുന്നതാണ്. ഇനിയും ചിന്തിച്ചു നോക്കുക, നിങ്ങളൊരു പുതിയ സ്ഥലത്ത് വന്നു ചേർന്നു വന്നിരിക്കട്ടെ. ആ നാട്ടിൽ മൂടി വച്ചിരിക്കുന്ന ഒരു പ്ലേറ്റ് ഒരു തിയേറ്ററിലെ മേശപ്പുറത്ത് വെച്ച ശേഷം ലൈറ്റ് അണയ്ക്കുന്നതിന് മുമ്പുള്ള ഒരു നിമിഷ നേരത്തേക്ക് അതിൻ്റെ മൂടി നീക്കുകയും പ്ലേറ്റിലിരിക്കുന്ന ആട്ടിറച്ചിയുടെയോ പന്നിയിറച്ചിയുടെയോ കഷണം പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന പക്ഷം അത് കാണാൻ ഒരു തിയേറ്റർ നിറയെ ആളുകൾ തടിച്ചു കൂടുന്നുവെങ്കിൽ ഭക്ഷണാഭിരുചിയുടെ കാര്യത്തിൽ എന്തോ അപാകത അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ കരുതുകയില്ലേ? വ്യത്യസ്തമായ ഒരു ലോകത്തിൽ വളർന്നു വന്ന ഒരാൾ നമ്മുടെ ലോകത്തിൽ വരുന്ന പക്ഷം ഇതുപോലെയുള്ള ഒരു അപാകത ലൈംഗിക വാസനയുടെ കാര്യത്തിൽ നമ്മുടെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് അയാൾ കരുതുകയില്ലേ? വഴിപിഴച്ചു പോയ ഇന്നത്തെ ലോകത്തിൽ ദൈവത്തിനു വേണ്ടി ഒരു വെളിച്ചമായി ശോഭിക്കുവാനാണ് ഒരു ക്രിസ്ത്യാനിയെ ദൈവം വിളിച്ചിട്ടുള്ളത്. അതിനാൽ ലൈംഗിക വാസനയെ കേവലം ജന്തുസഹജമായ ഒരു പ്രവണതയായും സുഖലബ്ധിക്കുള്ള ഉപാധിയായും മാത്രം കരുതുന്ന ഈ ലോകത്തിൻ്റെ താണ ചിന്താഗതിയോട് അയാൾ തീർച്ചയായും എതിർത്ത് നിൽക്കേണ്ടത് ആവശ്യമാണ്. ദൈവം സെക്സിനെ അഥവാ ലൈംഗിക വാസനയെ എങ്ങനെ വീക്ഷിക്കുന്നോ അങ്ങനെ അതിനെ വീക്ഷിക്കുവാൻ കഴിവുണ്ടാകുമാറ് ദൈവാത്മാവ് അവൻ്റെ മനസ്സിന് പുതുക്കം വരുത്തുവാൻ അവൻ അനുവദിക്കണം. അങ്ങനെയെങ്കിൽ പാപപൂർണവും ലജ്ജാകരവുമായ ഒന്നായി അതിനെ കരുതാതെ യഥാർത്ഥത്തിൽ പവിത്രവും സുന്ദരവുമായ ഒന്നായി അയാൾ അതിനെ പരിഗണിക്കും. പല മതങ്ങളും തത്വശാസ്ത്രങ്ങളും ലൈംഗിക ബന്ധത്തെപ്പറ്റി വഴിതെറ്റിയ ചിന്താഗതികൾ പുലർത്തുന്നുണ്ട്. അതിൻ്റെ കാരണം ഒന്നുകിൽ അവർ മനുഷ്യ ശരീരത്തെ ദോഷകരവും കഴിവതും വേഗം ഉപേക്ഷിക്കേണ്ടതുമായ ഒന്നായി കരുതുന്നതാകാം, അഥവാ നേരെ മറുവശത്തുള്ള തെറ്റായ മനോഭാവം കൈക്കൊണ്ട ശരീരത്തെ ആരാധിക്കുകയും അതിൻ്റെ ആഗ്രഹങ്ങളെ എല്ലാം മടികൂടാതെ നിറവേറ്റുകയും ചെയ്യുന്നതായും വരാം. ദേഹം എന്നത് ദേഹിയെയും ആത്മാവിനെയും അപേക്ഷിച്ച് പ്രാധാന്യം കുറഞ്ഞതെങ്കിലും അവയെപ്പോലെ തന്നെ ദൈവത്തിൻ്റെ ഉത്തമ സൃഷ്ടികളിൽപ്പെട്ട ഒന്നാണെന്നതാണ് ക്രിസ്തീയ ചിന്ത. അതിനാൽ ദൈവിക പദ്ധതിയിൽ ശരീരത്തിന് വ്യക്തമായ ഒരു ഉദ്ദേശ്യമുണ്ട്. ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകിയാൽ ക്രിസ്ത്യാനി തൻ്റെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 6:13 മുതൽ 20 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. അതിനാൽ ശരീരത്തെ ദൈവത്തിനു വേണ്ടി ജീവനുള്ള യാഗമായി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനാണ് ദൈവവചനം നമ്മെ പ്രബോധിപ്പിക്കുന്നത്. റോമർ 12:1. ശരീരമാണ് പാപകാരണമെന്ന് കരുതിയവരോട് മാർട്ടിൻ ലൂതർ പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്: കർത്താവായ യേശുക്രിസ്തുവിന് ഈ ഭൂമിയിൽ വെച്ച് ഒരു ശരീരം ഉണ്ടായിരുന്നുവെങ്കിലും അവിടുന്ന് പാപരഹിതനായി ജീവിച്ചു. പിശാചാകട്ടെ ശരീരമില്ലാത്തവനെങ്കിലും പാപം നിറഞ്ഞവൻ തന്നെ. അതിനാൽ പാപത്തിൻ്റെ വേര് കിടക്കുന്നത് ശരീരത്തിലല്ല, ഹൃദയത്തിലാണ്. പാപത്തിൽ നിന്നുള്ള വിടുതൽ ലഭിക്കുന്നത് ശരീരത്തെയോ അതിൻ്റെ ആഗ്രഹങ്ങളെയോ ഇല്ലായ്മ ചെയ്തിട്ടല്ല, പിന്നെയോ ഹൃദയത്തിന് സംഭവിക്കുന്ന ഒരു മാറ്റം മുഖേനയാണ്. ചിലർ ചെയ്യുന്നത് പോലെ ദൈവത്തോട് നമ്മുടെ ലൈംഗിക അഭിലാഷങ്ങളെ മാറ്റിക്കളയണമെന്ന് നാം പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. അപ്രകാരം ചെയ്താൽ അത് നമ്മുടെ മനുഷ്യത്വത്തെ വികലമാക്കും. ദൈവമന്ദിരത്തിൻ്റെ ഒരു ഭാഗം നശിപ്പിക്കുകയായിരിക്കും അതിൻ്റെ ഫലം. വിജയത്തിൽ ജീവിക്കുന്ന സമ്പൂർണ്ണ മനുഷ്യരായി നാം തീരണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അടുക്കളയിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന തീ കെടുത്തിക്കളയേണ്ട ആവശ്യമില്ല. അത് പടർന്നു പിടിച്ച് വീട് മുഴുവൻ വെന്തുപോകാതെ സൂക്ഷിക്കുക മാത്രമാണ് നാം ചെയ്യേണ്ടത്. ലൈംഗിക അഭിലാഷത്തിൻ്റെ രംഗത്തുപോലും നാം പരീക്ഷിക്കപ്പെടുവാൻ ദൈവം അനുവദിക്കുന്നത് ഒരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയാണ്. ഏദൻ തോട്ടത്തിൽ വെച്ച് ആദാമും ഹവ്വയും പരീക്ഷിക്കപ്പെടുവാൻ അവിടുന്ന് അനുവദിച്ച അതേ ലക്ഷ്യമാണ് ഇതിലും അവിടുത്തേക്കുള്ളത്. ആദാം നിഷ്കളങ്കനായിരുന്നു, എന്നാൽ അവൻ വിശുദ്ധി പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. വിശുദ്ധി എന്നത് നിഷ്കളങ്കതയെ കവിയുന്ന ഒന്നാണ്. ആദാം ധാർമ്മികമായ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുകയും പരീക്ഷയെ അതിജീവിക്കുകയും ചെയ്താൽ മാത്രമേ വിശുദ്ധിയിലെത്തുമായിരുന്നുള്ളൂ. അതുതന്നെയാണ് നമ്മുടെയും അവസ്ഥ.